ഒരു വർഷം മുന്നേ കേരളത്തിലെ മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളൊക്കെ ആഘോഷിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു. മല്ലു ട്രാവലറിനെതിരെ പോക്സോ കേസ്. എന്ന് വെച്ചാൽ എൻ്റെ ആദ്യ ഭാര്യയെ ഞാൻ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് ഒരു കേസ് എനിക്കെതിരെ വരികയുണ്ടായി. അതിൻ്റെ ഭാഗമായി മാധ്യമങ്ങളിലൊക്കെ അവർ ഇൻ്റർവ്യൂ പോയി. അവരെന്നെ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് സംഭവങ്ങളുണ്ടായി. കേരളത്തിലെ ജനങ്ങൾ ഒരുപാട് പേര് എന്നെ പല സ്ഥലങ്ങളിലും എന്നെയും എൻ്റെ കുടുംബത്തെയും താറുമാറാക്കി. ഒരു വർഷത്തിന് ശേഷം കേസ് നടത്തി. ഇന്ന് ആ കേസിൽ കോടതി എന്നെ കുറ്റവിമുക്തനാക്കി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഈ കേസുമായി ബന്ധപ്പെട്ട എൻ്റെ ജീവിതത്തിലെ യാഥാർത്ഥ്യങ്ങളാണ്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്തുകൊണ്ടാണ് ഇവൻ ആ ഒരു സമയത്ത് ഈ കാര്യങ്ങൾ പറയാതെ ഇപ്പം വന്ന് പറയുന്നുള്ളത്. നമ്മുടെ നാട്ടിൽ നിയമപരമായിട്ട് നമുക്കെതിരെ ഒരു അലിഗേഷൻ വന്നു കഴിഞ്ഞാൽ, നമുക്കെതിരെ ഒരു കേസ് വന്നു കഴിഞ്ഞാൽ അതിനെപ്പറ്റി പബ്ലിക്കായിട്ട് സംസാരിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല. ആ കേസിൻ്റെ വിധി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. ഇന്നങ്ങനെ എൻ്റെ കേസിൻ്റെ വിധി വന്നു. ഞാൻ കുറ്റവിമുക്തനായി. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ജീവിത കഥയാണ്. നിങ്ങളെല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണം. 2012 ഞാൻ കല്യാണം കഴിക്കുന്നത്. നിങ്ങൾ വീഡിയോയിലൊക്കെ കേട്ടതുപോലെ, അല്ലെങ്കിൽ നിങ്ങൾ ഓൺലൈൻ മാധ്യമങ്ങളിൽ കേട്ടതുപോലെ ഞാൻ ആരെയും തട്ടിക്കൊണ്ട് പോയതല്ല. രണ്ട് വീട്ടുകാരും ഒരുമിച്ചിരുന്നു കൊണ്ട് നിക്കാഹ് നടത്തിയിട്ടാണ് ഞാൻ കല്യാണം കഴിച്ചത്. അവരുടെ കുടുംബത്തിൽ ഒരു ഉപ്പയുണ്ടായിരുന്നു, കുടുംബക്കാരുണ്ടായിരുന്നു, പള്ളിക്കാരുണ്ടായിരുന്നു, പള്ളിയിൽ നിന്ന് ബുക്കൊക്കെ കൊണ്ടുവന്നു. ഇവിടെ എൻ്റെ കുടുംബക്കാരുണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു, നാട്ടുകാരുണ്ടായിരുന്നു. എല്ലാവരുടെ ഇടയിൽ എല്ലാവർക്കും ഭക്ഷണമൊക്കെ കൊടുത്തു ചടങ്ങായിട്ട് തന്നെ കഴിച്ചിട്ടാണ് ഞങ്ങൾ നിക്കാഹ് ചെയ്തു. ഞങ്ങൾ ഒരുമിച്ച് താമസിക്കാൻ തുടങ്ങി. ഞാൻ സ്വന്തമായിട്ട് വീട് പോലാത്തൊരു വ്യക്തിയായിരുന്നു ആ സമയത്ത്. എൻ്റെ വീട് പണിയാൻ വേണ്ടിയിട്ട് എൻ്റെ തറവാട് പൊളിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ സൗദിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. പൈസയൊന്നുമില്ല, സാമ്പത്തികപരമായിട്ട് ഞങ്ങൾ പക്ക സീറോ ആയിരുന്നു. പക്ഷേങ്കിൽ ഓപ്പോസിറ്റ് എൻ്റെ ആദ്യ ഭാര്യയുടെ കുടുംബസ്ഥിതി എന്ന് പറയുമ്പോൾ അവർ ഫൈനാൻഷ്യലി അവർ ഒരു സെറ്റിലായിരുന്നു. അപ്പം അഫ്കോഴ്സ് അങ്ങനെയുള്ള കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമുക്കിടയിൽ ഉണ്ടായിരുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയൊരു നിലയിൽ ജീവിച്ചിട്ട് പെട്ടെന്ന് ഒരു താഴെ ലെവലിലേക്ക് വരിക എന്നുള്ളത് അവർക്കത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ലിമിറ്റ് ഉണ്ട് ഇതെങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്. കാരണം ഫൈനാൻഷ്യലി ഞാൻ അത്ര സ്റ്റേബിൾ ആയിരുന്നില്ല. പക്ഷെ എന്നിട്ടും ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ അവരെ നോക്കിയിട്ടുണ്ട്. ഞാൻ ജോലിക്ക് പോകാതെ വീട്ടിലിരുന്നിട്ടില്ല. ഞാൻ ഇരിട്ടി മാർക്കറ്റിൽ മീൻവണ്ടിയിൽ ഡ്രൈവറായിരുന്നു. തലശ്ശേരിയിൽ നിന്നും വടകരയുടെ അടുത്തുള്ള ചോമ്പാലിൽ നിന്നൊക്കെ മത്സ്യം എടുത്തിട്ട് രാവിലെ പുലർച്ചയ്ക്ക് പോയി മത്സ്യം എടുത്ത് കൊണ്ട് ഇവിടെ മാർക്കറ്റിൽ കൊണ്ടുപോകുന്ന വണ്ടിയുടെ ഡ്രൈവറായിരുന്നു ഞാൻ. ഡ്രൈവർ ജോലി തന്നെയാണ് എടുത്തത്. അതിനിടയിൽ നമ്മുടെ ഇൻഡസ് മോട്ടോഴ്സ്, മാരുതി സുസുക്കിയുടെ ഇൻഡസ് മോട്ടോഴ്സിൽ ഞാൻ അവരുടെ യാർഡിലേക്കുള്ള വണ്ടികൾ കൊണ്ടുപോകുന്ന ഡ്രൈവറായിരുന്നു. നിങ്ങൾ ഈ യാർഡിലൊക്കെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ മനസ്സിലാവും, അവർക്കൊക്കെ എന്നെ അറിയാം. കാരണം ഞാൻ അവിടെ ഒരു ദിവസം 300-400 രൂപ ഒരു ദിവസം വരുമാനമുള്ള ഒരു ജോലിയായിരുന്നു ഞാൻ ചെയ്തത്. അങ്ങനെയൊക്കെ ജോലി ചെയ്തിട്ട് തന്നെയാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ആദ്യ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി ഞാൻ നോക്കിയത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് തന്നെയാണ് നോക്കിയത്. അപ്പം അങ്ങനെയാണ് ഞാൻ ദുബായിലേക്ക് പോകുന്നത്. ദുബായിലേക്ക് പോയി ഞാൻ അവിടെ ജോലിക്ക് കയറി. അവിടെ ഞാനൊരു മർച്ചൻഡൈസറായിട്ട് ജോലിക്ക് കയറി. 2000 ദിർഹംസ് ശമ്പളത്തിന് ഞാൻ സോനാപൂരാണ് വർക്ക് ചെയ്തത്. ദുബായിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഞാൻ ഒരു വാർത്ത കേട്ടത്, ഇങ്ങനെ ഇവൾ ഒളിച്ചോടി പോയി എന്ന് പറഞ്ഞിട്ട്. ശരിക്കും ഞാൻ ആ സമയത്ത് ഫുജേറയിലായിരുന്നു. ഫുജേറ സിറ്റി സെൻറ്ററിൽ ഞാൻ ഒരു കമ്പനിയുടെ മർച്ചൻഡൈസറായിരുന്നു അവിടെ കാലിഫോർണിയകത്ത്. അപ്പം എനിക്കിപ്പോൾ ഓർമ്മയുണ്ട്, ഞാൻ ആ ഒരു വാർത്ത കേട്ടപ്പം ഞാൻ ഭയങ്കര ഷോക്കായിപ്പോയി. കാരണം സ്വന്തം ഭാര്യ ഒളിച്ചോടിപ്പോയി എന്ന് കേൾക്കുമ്പോൾ ഒരു യുവാവിൻ്റെ ഒരു വിഷമമുണ്ട്. അത് നിങ്ങൾക്ക് ഒരിക്കലും നിങ്ങൾ അനുഭവിക്കാതിരിക്കട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം അത് പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാവില്ല. അവിടെ നിന്ന് എൻ്റെ റൂമിലേക്ക് 1.5 കിലോമീറ്റർ ഉണ്ട്. 1.5 കിലോമീറ്ററും ഒരു 2 മണി 3 മണി സമയത്ത് ഞാൻ നടന്ന്, മനസ്സിൽ അത്ര വിഷമങ്ങൾ കൊണ്ട് ഞാൻ നടന്നിട്ട് എൻ്റെ റൂമിലോട്ട് പോയി. റൂമിൽ പോയി ഞാൻ ഷവർ തുറന്ന് ആ ഒരു ഇത്രയും ചൂടുള്ള വെള്ളമാണ്. എന്നിട്ടും ഞാൻ ഷവർ തുറന്ന് അവിടെ നിന്നിട്ട് ഞാൻ നിന്ന് കരഞ്ഞു. കാരണം റൂമിൽ ആൾക്കാരുണ്ട്, അവർക്കൊന്നും എൻ്റെ അവസ്ഥ അറിയില്ല. നിന്ന് കരഞ്ഞു. അവിടുന്ന് അങ്ങനെ എല്ലാവരും ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് സാധനങ്ങളൊക്കെ എടുത്തു. UAE ജീവിക്കുന്നവർക്കറിയാം ഫുജേറയിൽ നിന്ന് ദുബായിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട്. ഞാൻ അങ്ങനെ വണ്ടിയിലൊക്കെ കൈയാണിച്ചു. അങ്ങനെ ഞാൻ നേരെ ദുബായ് ഓഫീസിൽ പോയിട്ട് ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് ലീവ് വേണം. അപ്പോൾ അവർ പറഞ്ഞു, എന്താ ലീവ്? തരില്ല ലീവ്. മർച്ചൻഡൈസറെ സംബന്ധിച്ചിടത്തോളം അവർ കാണുന്നത് ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള കുറച്ച് മെഷീൻസ് ആയിട്ടാണ് അവർ കാണുന്നത്. മനുഷ്യന്മാരായിട്ട് പലരും കാണുന്നില്ല. ടാർഗറ്റ് അച്ചീവ് ചെയ്യുന്നവരൊക്കെ നല്ലതും ടാർഗറ്റ് അച്ചീവ് ചെയ്യാത്തവരൊക്കെ മാക്സിമം അവരെ ഉപദ്രവിക്കണം ആ കാലഘട്ടത്തിലുണ്ടായത്. ഇപ്പം കുറേ മാറിയത്. അപ്പം അവർ ലീവ് തരുന്നില്ല. ടാർഗറ്റൊക്കെ അച്ചീവ് ചെയ്തിട്ട് വാ എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു. എന്നിട്ടും ഞാൻ കരഞ്ഞു പറഞ്ഞിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞു, എൻ്റെ ഭാര്യ ഒളിച്ചോടി പോയി. അപ്പം എൻ്റെ അവസ്ഥയാണ് ആ ഒരു മൊമെൻറ്റിലൂടെ പാസ് ചെയ്ത് നിങ്ങൾ മനസ്സിലാക്കണം. അങ്ങനെയാണ് ലീവൊക്കെ എടുത്ത് നാട്ടിൽ വന്നപ്പോഴാണ് അറിയുന്നത്, ആദ്യ ഭാര്യ എന്ന് പറയുന്ന വ്യക്തി അവൾ എൻ്റെ വീട്ടിൽ താമസിക്കുമ്പം എല്ലാ ദിവസവും രാത്രി കാലങ്ങളിൽ എനിക്ക് ഫോൺ ചെയ്യും. പക്ഷെ ഞാനല്ല സംസാരിക്കുന്നത്. അവളെ കുടുംബത്തിൽ തന്നെ ഒരു അഷി എന്ന് പറയുന്ന യുവാവുണ്ട്. അവളെ കുടുംബക്കാരനാണ്. അപ്പോഴാണ് ഈ വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ വന്നത്. ഈ അഷിയുമായിട്ട് അവൾ പ്രണയബന്ധത്തിൽ ഏർപ്പെടുകയും അഷിയോട് അവൾ പറഞ്ഞത് ഞാൻ അവളെ നോക്കുന്നില്ല, ഞാൻ അവളെ ഉപദ്രവിക്കലാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പയ്യനെ കറക്കി കുത്തി അങ്ങനെ അവൻ എന്നോട് റിവെഞ്ച് തീർക്കാവുന്നതുപോലെ അവൻ അവളെയും കൊണ്ട് ഒളിച്ചോടി.
അവൻ അന്ന് അയച്ച വാട്സപ്പ് മെസ്സേജുകൾ കംപ്ലീറ്റ് എൻ്റെ മൊബൈലുണ്ട്, അവൻ്റെ നമ്പർ അടക്കം. അതുകൊണ്ട് ഒരിക്കലും അഷി എന്ന് പറയുന്ന വ്യക്തിക്ക് ഈ വിഷയത്തിൽ അത് റിജക്റ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ അടുത്ത് എവിഡൻസ് ഉണ്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ. അവൻ എന്നെ വെല്ലുവിളിക്കായിരുന്നു, നിൻ്റെ ഭാര്യയെ ഞാൻ തട്ടിക്കൊണ്ട് പോയടാ, നിനക്ക് എന്താണ് ചെയ്യാൻ പറ്റുക, നീ ചെയ്യ്. ഞാൻ പറഞ്ഞു, മോനെ നീ തെറ്റിദ്ധരിച്ചിട്ടാണ്, പ്ലീസ് എനിക്ക് കൊണ്ടെത്താൻ, എനിക്കൊരു മോനുണ്ട്. ഞാൻ അവൻ്റെ കൈയും കാലും പിടിച്ച് പറഞ്ഞു, പക്ഷെ അവൻ കേട്ടില്ല. അന്ന് ഞാൻ ഇവളെ വിളിച്ച് സംസാരിച്ചു, ഈ ആദ്യ ഭാര്യ ഞാൻ വിളിച്ച് സംസാരിച്ചു. ഞാൻ അവളോട് ചോദിച്ചു എന്താണ് പറ്റിയത്. അവൾ പറയാം, അല്ല ഞാൻ വീട്ടിലുണ്ടാവുമ്പോൾ അവൻ വരാറുണ്ട്, ഞങ്ങൾ എന്താ പറയുക, ഞങ്ങൾ എല്ലാവിധ റിലേഷൻഷിപ്പും ഞങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇനിയും നിങ്ങളെ കൂടെ ജീവിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ ചീറ്റ് ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ടാണ് ഞാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, എനിക്കത് വിഷയമല്ല, നീ തിരിച്ചു വാ, നീ അവൻ്റെ കൂടെ എന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് വിഷയമല്ല, നീ തിരിച്ചു വാ. അവൾ വരുന്നില്ല, അവളുടെ കുറ്റബോധം കൊണ്ട് അവൾക്ക് വരാൻ പറ്റുന്നില്ല. അങ്ങനെ അവൾ വരുന്നില്ല എന്ന് ഉറപ്പായപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു, എനിക്ക് എൻ്റെ മോനെ വേണം, എൻ്റെ മോനെ എനിക്ക് വേണം. കാരണം എൻ്റെ മോനെ എന്ന് പറഞ്ഞാൽ അത്രയും ഇഷ്ടപ്പെടുന്ന എൻ്റെ മോനാണ്, അവനെ ഞാൻ എനിക്ക് തരില്ല. പിന്നെ ഈ അഷി എന്ന് പറയുന്ന പയ്യനാണെങ്കിൽ അവൻ പറഞ്ഞു, എനിക്ക് നിൻ്റെ മോനൊന്നും വേണ്ട, അവനെ നോക്കാൻ എനിക്ക് പറ്റില്ല, അവൾക്ക് ഞാൻ വേറെ ഉണ്ടാക്കി കൊടുത്തോളാം. ഇതായിരുന്നു അവൻ്റെ ഒരു സംസാരം. അന്ന് രാത്രി ഞാൻ എൻ്റെ ആദ്യ ഭാര്യയോട് സംസാരിച്ച ഒരു 15-20 മിനിറ്റോളം ലെങ്ത്തിലെ കോൾ റെക്കോർഡ്സ് എൻ്റെ കയ്യിലുണ്ട്. ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എപ്പോഴെങ്കിലും എൻ്റെ മോന് വളർന്നു കഴിഞ്ഞാൽ അവൻ ചോദിക്കും, അവന് കാണിക്കാൻ വേണ്ടി ഞാൻ എല്ലാം സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ അവൾ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൾ എന്തിനാണ് ഒളിച്ചോടിയതെന്നും ആരുടെ കൂടിയാണ് ഒളിച്ചോടിയതെന്നും എന്തായിരുന്നു അവിടെ ഇൻറ്റൻഷൻ ഉള്ളതും. അവൾ ഒളിച്ചോടി പോയി. അങ്ങനെ മകൻ്റെ കാര്യം വന്നപ്പം എൻ്റെ വീട്ടുകാരും എല്ലാവരും എൻ്റെ സപ്പോർട്ട് ചെയ്തു. അങ്ങനെ അവളും ഈ മകനെയും കൂട്ടി അവളുടെ ഈ അഷി എന്ന് പറഞ്ഞ സുഹൃത്ത് വന്നിട്ടില്ല, ബോയ് ഫ്രണ്ട് വന്നിട്ടില്ല, വേറെ ആളുടെ കൂടെ വന്നു. ഇരിട്ടി പള്ളിയിലൊക്കെ വന്നു. പള്ളി കമ്മിറ്റിക്കാരുടെയും അതുപോലെ ഉസ്താദിൻ്റെയൊക്കെ നേതൃത്വത്തിൽ ഞാൻ അവർക്ക് ഒഫീഷ്യലി തലാക്ക് കൊടുത്തു. തലാക്ക് കൊടുക്കുന്ന സമയത്ത് അതിന് മുന്നേ മകനെ എനിക്ക് വേണമെന്ന് പറഞ്ഞപ്പം അവർ മട്ടന്നൂർ ഒരു അഡ്വക്കേറ്റ് മുഖേനയാന്ന് തോന്നുന്നത് ഒരു 500 രൂപയുടെ മുദ്രപത്രത്തിൽ അഗ്രിമെൻ്റ് എഴുതി. അഗ്രിമെൻ്റ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ സ്ക്രീൻഷോട്ട് ഇട്ടണം. ആ അഗ്രിമെൻറ്റിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് അവൾ വേറെ ആളുടെ കൂടെ ഒളിച്ചോടി പോയതാണെന്നും മകനെ നോക്കാൻ പറ്റാത്തത് കൊണ്ട് അവൾ എനിക്ക് മകനെ തന്നതാണെന്നും മകൻ്റെ സംരക്ഷണാവകാശം എനിക്കാണെന്നും എന്നൊക്കെ ആ അഗ്രിമെൻറ്റിൽ ഉണ്ടായിരുന്നു. പോരാത്തതിന് അവൾ കുറച്ച് പൈസ ആവശ്യപ്പെട്ടു. എൻ്റെ മകനെ എനിക്ക് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ പൈസ കൊടുക്കേണ്ട അവസ്ഥ വന്നു. ഞാൻ അവർക്ക് പൈസ കൊടുത്തു. അവർക്ക് പോകാനൊക്കെ പൈസ വേണമല്ലോ, ഒളിച്ചോടി പോകുന്നല്ലേ, ആ പൈസയും ഞാൻ തന്നെ കൊടുക്കണം. അതും ഞാൻ കൊടുത്തു. ഞാൻ എൻ്റെ കയ്യിലൊരു വണ്ടി ഉണ്ടായിരുന്നു, ആ വണ്ടി കൊടുത്തു, കിട്ടിയ വിലക്ക് കൊടുത്തിട്ട് ആ പൈസ കൊണ്ടാണ് ഞാൻ ഈ മകന് വേണ്ടിയിട്ട് ഇവർക്ക് പൈസ കൊടുത്തത്. അവർ ആ പൈസയും വാങ്ങി എഗ്രിമെൻറ്റും സൈൻ ചെയ്ത് അവർ വഴിക്ക് പോയി. അതിനിടയിൽ വേറെ കാര്യം നടന്നിരുന്നു. ഞാൻ ഗൾഫിലുള്ള സമയത്ത് ഞാൻ പോലും അറിയാതെ അവൾ ഡൈവോഴ്സ് വാങ്ങി. നമ്മുടെ നാട്ടിലത്തെ നിയമം ഉപയോഗിച്ചിട്ട് അവൾ ആദ്യം ചെയ്തത് അവൾ തലശ്ശേരി സ്റ്റേഷനിൽ പോയി എനിക്കെതിരെ കേസ് കൊടുത്തു. ഇതല്ല കേട്ടോ, അവൾ എനിക്കെതിരെ മുന്നേ കേസ് കൊടുത്തിട്ടുണ്ട്. നിങ്ങളൊന്നും അതൊന്നും അറിഞ്ഞിട്ടില്ലല്ലോ. അവൾ 2014-15 എങ്ങാണ്ട് അവൾ എനിക്കെതിരെ കേസ് കൊടുത്തു. ആ കേസിൽ അവൾ പറഞ്ഞത് ഞാൻ അവളെ പീഡിപ്പിക്കുന്നുണ്ട്, ശാരീരികപരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, മാനസികപരമായിട്ട് പീഡിപ്പിക്കുന്നുണ്ട്, അവൾക്ക് എൻ്റെ കൂടെ യോജിച്ച് പോകാൻ പറ്റില്ല എന്നും പറഞ്ഞ് അവൾ കേസ് കൊടുത്തു. ആ കേസിൻ്റെ പുറത്ത് അവൾ കോടതിയിൽ പോയിട്ട് ഞാൻ പോലും അറിയാതെ അവൾ ഡൈവോഴ്സ് ലെറ്റർ വാങ്ങി. അതെങ്ങനെയാണ് കിട്ടിയെന്ന് എനിക്കറിയില്ല. എൻ്റെ വീട്ടിലൊരു വക്കീൽ നോട്ടീസ് വന്നിട്ടില്ല, കത്തോ കാര്യങ്ങളൊന്നും വന്നിട്ടില്ല. ഞാൻ നാട്ടിലേ ഇല്ല. ഞാൻ നാട്ടിലില്ലാത്ത തക്ക നോക്കിയിട്ട് ആ ഒരു അവസരം ഉപയോഗിച്ചിട്ട് അവൾ പോയിട്ട് ഡൈവോഴ്സ് വാങ്ങി. ആ ഡൈവോഴ്സ് വാങ്ങിയതിന് ശേഷമാണ് അവൾ ആ പയ്യൻ്റെ കൂടെ പോയത്. നിങ്ങൾ മനസ്സിലാക്കണം എത്ര വെൽ പ്ലാൻഡ് ആയിട്ടാണ് അവർ പോയെന്നുള്ളത്. പക്ഷെ എന്നിട്ടോ ആ റിലേഷൻഷിപ്പ് നിലനിന്നിട്ടില്ല. ഈ പറഞ്ഞ അഷി എന്ന് പറഞ്ഞ അവൻ്റെ ഉമ്മ എന്നെ വിളിച്ചിരുന്നു. ആ ഉമ്മ എന്നെ വിളിച്ച് കരച്ചിലായിരുന്നു, മോനെ നീ അവളെ കൊണ്ടുപോ, എനിക്ക് അവളെ വേണ്ട, അവളെ നീ തന്നെ തിരിച്ചു കൊണ്ടുപോയിക്കോ, എൻ്റെ മോൻ്റെ ലൈഫ് നശിപ്പിക്കാൻ വേണ്ടി വന്നതാണെന്നൊക്കെ പറഞ്ഞ് ആ ഉമ്മ എന്നെ വിളിച്ചൊന്ന് കരഞ്ഞിട്ടുണ്ട്. ആ ഉമ്മ എന്നോട് സംസാരിക്കാൻ നിങ്ങൾ കേട്ടതൊക്കെ മനസ്സിലാവും. ആ ഉമ്മക്ക് അത്ര വിഷമമുണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറഞ്ഞു, ഉമ്മ ഞാനെന്താ ചെയ്യേണ്ടത്, എൻ്റെ ലൈഫ് പോയി, നിങ്ങളുടെ മകൻ എൻ്റെ ലൈഫ് പോക്കി. സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ അവനെ പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഒരു സ്ത്രീ വിചാരിച്ചത് നമുക്ക് ആരും കൺവിൻസ് ചെയ്യാൻ പറ്റും. അവനെ കൺവിൻസ് ചെയ്തിട്ട് അവനെയും കൂടുതലിട്ടു. അങ്ങനെ ആ ഉമ്മ അവർ അക്സെപ്റ്റ് ചെയ്തിട്ടില്ല, അവരെ വീട്ടുകാരൊന്നും അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ അവരെ ഒരു ഫ്രണ്ട് ഉണ്ട്, ഷക്കീബ് എന്ന് പറഞ്ഞൊരു പയ്യനുണ്ട്. ആ ഷക്കീബിൻ്റെ കൂടെ ഇവൾ ചേഞ്ച് ചെയ്തു, ഇവനെ ഒഴിവാക്കി. കാരണം അവൻ്റെ വീട്ടുകാരെ എതിർത്തുകൊണ്ട് തന്നെ അവൻ ഒഴിവാക്കിയിട്ട് ഷക്കീബിൻ്റെ ഒപ്പം മാറി. ഒരു 1 ഇയറോളം അവൾ ഷക്കീബിന് കൂടിയായിരുന്നു. ഞാൻ ആ സമയത്ത് തിരിച്ച് UAE പോന്നു. തിരിച്ച് ദുബായി പോയിട്ട് ഞാൻ കമ്പനി പറഞ്ഞ് എനിക്ക് വേറെ ലൊക്കേഷൻ തരണം. ഞാൻ വേറെ ലൊക്കേഷനിലേക്ക് ഞാൻ മാറി. അവിടെ ഞാൻ കല്യാണം കഴിച്ചിരുന്നെന്നോ ഡിവോഴ്സ് ആയതാണെന്നോ എനിക്കൊരു മകനുണ്ടെന്ന് പോലും അറിയിക്കാതെ, ഒരാൾ അറിയിക്കാതെ ഞാൻ വർക്ക് ചെയ്തു. എല്ലാവരോടും ഞാൻ സിംഗിളാണെന്ന് പറഞ്ഞിട്ട് വർക്ക് ചെയ്തു. കാരണം എന്താ അറിയോ, നാട്ടുകാർ മുഴുവൻ കളിയാക്കി തുടങ്ങി. ഭാര്യ ഒളിച്ചോടി പോയവനാണെങ്കിൽ എന്താ പറയുക, ഒന്നുകിൽ അവന് സാമ്പത്തികപരമായിട്ടില്ലാത്തതുകൊണ്ട്, അവൻ നോക്കാത്തതുകൊണ്ട്, അതല്ലെങ്കിലോ അവന് സെക്ഷുവലി അവന് അതിനുള്ള എബിലിറ്റി ഇല്ലാത്തതുകൊണ്ട്. അങ്ങനെയാണ് ആൾക്കാർ പറയുക. ഞാൻ മാക്സിമം ഞാൻ കഷ്ടപ്പെട്ടിട്ടുണ്ട്.
പല ജോലികൾ ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ മീൻ വണ്ടിയിൽ ഡ്രൈവർ ജോലി ചെയ്തിട്ടുണ്ട്. പല ജോലികൾ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് ഞാൻ അവളെ നോക്കിയത്. എന്നിട്ടും അവൾ പോകുന്നതിൽ പിന്നെ ഞാനെന്ത് ചെയ്യാനാ? സോ അങ്ങനെ ഷക്കീബുമായിട്ട് അവൾ റിലേഷൻഷിപ്പ് ഉണ്ടായി. ആ പയ്യൻ പ്രത്യേകിച്ച് ജോലിയൊന്നും ഇല്ലായിരുന്നു. അവൾക്ക് മൈലാഞ്ചിക്ക് ഇടാൻ അറിയായിരുന്നു, മെഹന്തി ആർട്ടിസ്റ്റ് ആയിരുന്നു. ഇപ്പോൾ മൈലാഞ്ചിക്ക് ഇട്ട് അവർ ജീവിതം പോകുന്നതിനിടയിലാണ് അവളുടെ 4ാമത്തെ ഹസ്ബൻഡ്, റെക്കോർഡിക്കലി സെക്കൻഡാണ്, കാരണം ഷക്കീബിനെയും മറ്റേ പയ്യനൊന്നും അവൾ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നു, ലിവിങ് ടുഗദർ ആയിരുന്നു. 4ാമത്തെ ഹസ്ബൻഡ് കബീർ ഷാ, കൊല്ലംകാരനാണ്, കൊല്ലം അഞ്ചൽ സ്വദേശിയാണ്. അഞ്ചൽ സ്വദേശി കബീർ ഷാ എന്ന് പറയുന്ന വ്യക്തിയാണ് അവൾ കല്യാണം കഴിക്കുന്നത്. അവനെ നിക്കാഹ് ചെയ്തു. അവർ 2018 ഒക്ടോബറിൽ അവരങ്ങനെ ഒഫീഷ്യലി നിക്കാഹ് ചെയ്തു. ഈ ഒരു വ്യക്തി വന്നതോട് കൂടിയിട്ട് ഇവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ തുടങ്ങി. എങ്ങനെ മാറ്റങ്ങൾ എന്നറിയോ? 2018 കാലഘട്ടത്തിൽ അപ്പോഴും ഞാൻ സീറോ ആയിരുന്നു, എൻ്റെ കയ്യിൽ ഒന്നുമില്ലായിരുന്നു. 2019 ശേഷമാണ് മല്ലു ട്രാവലർ ആയത്, അല്ലേ? ഞാൻ സാമ്പത്തികപരമായിട്ട് വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന സമയമായിരുന്നു 2018. 2018 അവസാന ഘട്ടത്തിലാണ് ഞാൻ യൂട്യൂബ് ചാനലിൽ തുടങ്ങിയത്. ഞാൻ കല്യാണം കഴിച്ചു, ബൽക്കിനെ കല്യാണം കഴിച്ചു 2018 ലാസ്റ്റാണ്. അവൾ എൻ്റെ ജീവിതത്തിൽ വന്നതോട് കൂടിയിട്ട് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. ഞാൻ ഒരുപാട് മാറി. കാരണം ഒരു പെണ്ണ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ ശരിക്കും എനിക്ക് മനസ്സിലായിരുന്നു. കാരണം ആദ്യം എൻ്റെ ലൈഫിൽ ഒരു പെണ്ണ് വന്നു, കംപ്ലീറ്റ് തകർന്നു പോയി, ഡെസ്ട്രോയ് ചെയ്തു. രണ്ടാമതൊരു പെണ്ണ് വന്നപ്പം തകർന്നതൊക്കെ അതിനേക്കാളും 10 ഇരട്ടിയിൽ എനിക്ക് എന്തായി, ഇങ്ങനെ പൊന്തി വരാൻ തുടങ്ങി. 2018 ബൽക്കി വന്നതിന് ശേഷം ഞാൻ മല്ലു ട്രാവലറായി, യൂട്യൂബ് കരിയർ സ്റ്റാർട്ട് ചെയ്തു. എൻ്റെ പോക്കറ്റ് പൈസ വരാൻ തുടങ്ങി, അക്കൗണ്ടിൽ പൈസ വരാൻ തുടങ്ങി, എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറാൻ തുടങ്ങി. ഇവരിതൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ ഇവരുടെ സൈഡിൽ നിന്ന് എങ്ങനെ പൈസ തട്ടാം എന്നുള്ള കുറച്ച് കലാപരിപാടികളായിരിക്കാം ഒരുപക്ഷെ. ഇത് എൻ്റെ മകൻ്റെ പാസ്പോർട്ടാണ്. എന്നുവെച്ചാൽ എൻ്റെ മകൻ മാസി ഷാക്കിറിൻ്റെ പാസ്പോർട്ടാണ്. ഈ പാസ്പോർട്ട് ഞാൻ ഇഷ്യൂ ചെയ്തത് 2021 ആണ് ഞാൻ ഈ പാസ്പോർട്ട് ഇഷ്യൂ ചെയ്തത്, 2021. കാരണം ഞങ്ങൾ ഫാമിലിയായിട്ട് യാത്ര ചെയ്യുമ്പം അവൻ്റെ പാസ്പോർട്ടിൽ അവൻ്റെ മദർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ബയോളജിക്കൽ മദറായിട്ടുള്ളത് എൻ്റെ ഈ പറഞ്ഞ ആദ്യ ഭാര്യയുടെ പേരായിരുന്നു. ഞാനും ബൽക്കിയും റയാനും മാസിയും ഞങ്ങളാണ് കുടുംബം. ബൽക്കിയാണ് അവൻ്റെ ഉമ്മ, അല്ലേ? റയാനാണ് അവൻ്റെ ബ്രദർ, ഞാനാണ് അവൻ്റെ ഉപ്പ. ഞങ്ങൾ 4 പേരും കൂടി യാത്ര പോകുമ്പം എമിഗ്രേഷൻ ഓഫീസർ ചോദിക്കാൻ തുടങ്ങി, ഇതാരാ ഇത്? ഇങ്ങനെ ചോദ്യം വന്നപ്പോൾ എനിക്ക് മനസ്സിലായി, അവന് കൺഫ്യൂഷൻ ആവാൻ തുടങ്ങി. അപ്പം ഞാൻ അങ്ങനെ എൻ്റെ പെങ്ങളോട് പറഞ്ഞു, അവർ വേറെ ആളോട് ഇവിടെ കണക്ട് ചെയ്തു. ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ മാസിയുടെ പാസ്പോർട്ടിൽ ഇങ്ങനെ പേരുണ്ട്, നമുക്കതൊന്ന് മാറ്റാൻ നിങ്ങൾ ഓപ്ഷൻ ഉണ്ടോ വെച്ചു. അവർ പറഞ്ഞു മാറ്റാമല്ലോ, അതിനെന്താ, അവർ പണം വേണമെന്ന് പറഞ്ഞു. അന്ന് ഞാൻ 2 ലക്ഷം രൂപ കൊടുത്തു. 2 ലക്ഷം രൂപ അവൾ വാങ്ങിയിട്ട് അവൾ കണ്ണൂർ പാസ്പോർട്ട് ഓഫീസിൽ ഡയറക്റ്റ് വന്നു. അവൻ്റെ പാസ്പോർട്ടിൽ പേര് മാറ്റുന്നതിന് അവൾക്ക് ഒബ്ജക്ഷൻ ഇല്ല എന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്ത് അവൾ പോയി. അതേ വ്യക്തിയാണ് ഈ അടുത്ത കാലത്ത് മകൻ എന്ന് പറഞ്ഞിട്ട് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നതും മകന് വേണ്ടി എനിക്കെതിരെ കേസ് ഇടുന്നതും. അന്ത കാലത്തൊന്നും മകനെ വേണ്ട, ഉപേക്ഷിച്ചു പോയ മകനെ അന്വേഷിച്ചിട്ട് അവൾ ഇടയ്ക്ക് വരും പോകുന്നല്ലാതെ വേറെ ഒരു മെച്ചമില്ല. എൻ്റെ 2 മക്കളെ ഞാൻ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. ഈ ഒരു മൊമെൻ്റ് ഞാൻ പൊന്നുപോലെ നോക്കിയിട്ടുണ്ട്. പക്ഷെ അവൾ അങ്ങനെയല്ല, അവൾ കാര്യം കാണാൻ വേണ്ടി മാത്രമായിരുന്നു മക്കളെ നോക്കിയത്. അതിനിടയിൽ വേറെ കാര്യം വിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അവളുടെ ഡൈവോഴ്സിന് വേണ്ടി അവളൊരു കേസ് കൊടുത്തിരുന്നു എന്നുള്ളത് തലശ്ശേരി കോടതിയിൽ. ആ കേസിൽ ഈ പറഞ്ഞ ഗാർഹിക പീഡനം അല്ലെങ്കിൽ സ്ത്രീധനം പീഡനം എന്നൊക്കെ പറഞ്ഞാണ് കൊടുത്തത്. പഠിച്ചോണ്ടാണ് ഞാൻ 5 പൈസ സ്ത്രീധനം വാങ്ങിയിട്ടില്ല. അവരുടെ ഫാമിലി എനിക്ക് ആകെ തന്നത് 6-7 പവൻ്റെ ഗോൾഡ് മാത്രമാണ്. ഓക്കെ, അതൊക്കെ തിരിച്ചു കൊടുത്തിട്ടുണ്ട്. 6-7 പവൻ മാക്സിമം, അതേ ഉള്ളൂ. അവൾ ഇട്ട് വന്നതല്ലാന്ന് വേറെ ഒന്നും ഞാൻ വാങ്ങിയിട്ടില്ല. അപ്പം ആ കേസിൽ ഒരു ദിവസം ബഹുമാനപ്പെട്ട തലശ്ശേരി DYSP നോക്കുമ്പോൾ ആ കേസ് പെൻഡിങ് എടുക്കണം. അങ്ങനെ ബഹുമാനപ്പെട്ട DYSP വിളിപ്പിച്ചു. ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, അവൾ വേറെ കല്യാണം കഴിച്ചു, ഞാൻ വേറെ കല്യാണം കഴിച്ചു. അപ്പോൾ ഒരു 4-5 വർഷം മുന്നത്തെ ഒരു കേസാണ്, 2015 കൊടുത്ത കേസ്, 19 അവർ നോക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ പെങ്ങൾ വഴി പിന്നെ ഇവരെ കോൺടാക്ട് ചെയ്തു. അപ്പോൾ ആദ്യം ഇവർ പറഞ്ഞു, ഞങ്ങൾ വരാം, പക്ഷേ ഞങ്ങൾക്ക് പൈസ വേണമെന്ന് പറഞ്ഞു. ആ കേസ് അവർ പിൻവലിക്കണമെങ്കിൽ അവർക്ക് പൈസ വേണം, അവർക്ക് വണ്ടിക്കൂലിയോ ഇവിടെ പോകാൻ വണ്ടിക്കൂലി വേണമെന്ന് പറഞ്ഞു. അന്നും എൻ്റെ അടുത്ത് ലക്ഷങ്ങൾ വാങ്ങി. അന്ന് എൻ്റെ അടുത്ത് പൈസ ഉണ്ട്. അന്ന് എൻ്റെ അടുത്ത് ഇവർ ഫസ്റ്റ് അവിടെയാണ് ഇവർ എൻ്റെ അടുത്ത് പൈസ വാങ്ങുന്നത്. അന്ന് പൈസ വാങ്ങി ഇവരെന്ത് ചെയ്തു, ആ കേസ് അവർ കോഷ് ചെയ്തു. അവർ പറഞ്ഞു, പൈസ തന്നു ഞങ്ങൾ കേസ് കോഷ് ചെയ്തോളൂ, ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല, ഞങ്ങൾക്ക് കുറച്ച് ചിലവുണ്ട്, ആ ചിലവ് നിങ്ങൾ നോക്കിയാൽ മതി എന്ന് പറഞ്ഞിട്ട് അവരെ പൈസ വാങ്ങുന്നത്. ലക്ഷങ്ങൾ കൊടുത്തു, ക്യാഷായിട്ട് വാങ്ങിയിട്ട് പോയി. അവർ ആ കേസ് കോഷ് ചെയ്തു. ആ കേസിൻ്റെ ജഡ്ജ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട്. എന്ന് വെച്ചാൽ ഈ 2023 അവർ കൊടുത്ത കേസിൻ്റെ ആദ്യത്തെ കേസ് അവർ 2015 ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ആ കൊടുത്ത കേസാണ് അവർ പൈസ വാങ്ങിയിട്ട് അവർ അന്ന് സ്റ്റോപ്പ് ചെയ്തിട്ട് പോയത്. അതേ കേസാണ് പിന്നെയും അവർ ഇപ്പം വന്ന് രണ്ടാമതും കൊടുത്തത്. അതിൻ്റെ കൂടെ അവർ പോക്സോ കേസ് കൂടെ ആയിരുന്നു. അപ്പം മകനെ കിട്ടാൻ വേണ്ടി ഫസ്റ്റ് ഞാൻ അവർക്ക് പൈസ കൊടുത്തു. എൻ്റെ പേരിൽ കൊടുത്ത കള്ളക്കേസ് ഒഴിവാക്കാൻ വേണ്ടി പിന്നെയും ഞാൻ പൈസ കൊടുത്തു.
എൻ്റെ മകൻ്റെ പാസ്പോർട്ടിൽ പേര് മാറ്റാൻ വേണ്ടി പിന്നെയും പൈസ കൊടുത്തു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പൈസ മുട്ടുണ്ടാകുമ്പം കിട്ടുന്ന ഒരു മെഷീനായിട്ട് അവരെന്നെ കാണാൻ തുടങ്ങി. അതിനുള്ള ഒരു ഉപകരണമായിട്ട് അവരെൻ്റെ മോനെയും കാണാൻ തുടങ്ങി. കാരണം മോനെ വെച്ചിട്ടാണല്ലോ പരിപാടികളൊക്കെ. എന്താ അല്ലേ? ഇനി എങ്ങനെയാണ് ഈ കേസ് വന്നത്? അതാണ് പറയാൻ പോണത്. ഈ കേസ് വരാനുള്ള ഒരു കാരണമായിട്ട് അവർ കാണുന്നത്, 2 വർഷം മുന്നേ ഞാൻ നമ്മുടെ ഖാദർ കൊരിപ്പടിൻ്റെ പബ്ലിക് കേരള എന്ന് പറഞ്ഞ ചാനലിൽ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി. ഞാൻ ബൈക്ക് റൈഡ് ചെയ്തിട്ട് മംഗലാപുരത്തും കണ്ട് വരുന്ന വഴിക്കാണ്. ഖാദർ എന്നോട് പറഞ്ഞു, ബ്രോ നമുക്ക് ഇൻ്റർവ്യൂ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഓക്കെ ബ്രോ എടുക്കാം. അങ്ങനെ ഞാൻ അവിടെ ഇരുന്നു. ഖാദർ എന്നുള്ള വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ്റെ കൂടെ ഇൻ്റർവ്യൂ എടുത്താൽ അവൻ നമ്മുടെ ഉള്ളിലൊക്കെ അവൻ എടുക്കും. കാരണം അവൻ ആ ഒരു പവർ ഉണ്ട്. അവനൊരു പക്ക ഒരു പ്രൊഫഷണൽ ഒരു എന്താ പറയുക ഒരു ജേർണലിസ്റ്റിൻ്റെ ഒരു ഇതുണ്ട് അവന്. അപ്പോൾ അവൻ എന്നോട് കാര്യങ്ങൾ ചോദിച്ചു. ഞാൻ ഒരു മൂഡിലുള്ളത് എൻ്റെ ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നു. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു. എൻ്റെ പഴയ കാര്യങ്ങളൊക്കെ ആലോചിച്ച് ഉള്ളിൽ നിന്നൊക്കെ ഇങ്ങനെ വന്നു. അവൻ അതൊക്കെ എടുത്ത് എഡിറ്റ് തന്നെ കയറ്റി ആ സാധനം റീച്ചായി. ഈ വീഡിയോ കണ്ടപ്പം ഇവർക്ക് ചെറിയൊരു പ്രശ്നം വന്നു. കാരണം ഞാൻ അതിൽ പറയുന്നത് അവളെ ഒളിച്ചോടിയെന്നാണ്. പക്ഷെ അവരത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. അവർ പറയുന്നത് ഒളിച്ചോടിയിട്ടില്ല, അത് കള്ളത്തരാന്ന് പറയുന്നത്. എൻ്റെ അടുത്ത് എഗ്രിമെൻ്റ് എൻ്റെ കയ്യിലുണ്ട്. അവൾ എനിക്ക് എഴുതി ഒപ്പിട്ടുന്നത്, അവളുടെ കോൾ സംഭാഷണങ്ങളുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ അവരത് പിന്നെയും അത് എതിർത്തുകൊണ്ട് എന്നെ വെല്ലുവിളിച്ചു. ഒരു ദിവസം എൻ്റെ പെങ്ങളെ വിളിച്ചിട്ട് എന്നെ അവർ വെച്ചേക്കില്ല, എന്നെ അവർ തീർത്തിടന്നൊക്കെ പറഞ്ഞ് അവർ ഭീഷണിപ്പെടുത്തി. ഞാൻ ആ വീഡിയോ ചെയ്തുകൊണ്ട് അവളല്ല അവളുടെ ഭർത്താവ്, ഈ പറഞ്ഞ കബീർ ഷാ എന്ന് പറഞ്ഞ അവനാണ് ഈ ഒരു കഥയുടെ നായകൻ എന്ന് പറഞ്ഞത്. അവനാണ് എനിക്കെതിരെ അന്ന് ഈ വെല്ലുവിളി നടത്തത്. അപ്പോൾ എൻ്റെ പെങ്ങളുടെ ഭർത്താവാണ് സംസാരിച്ച്, പെങ്ങളുടെ ഭർത്താവ് പറഞ്ഞു നിങ്ങൾ എന്താണെന്ന് ചെയ്തോ എന്ന് പറഞ്ഞു. എൻ്റെ നമ്പർ വെച്ച് ഞാൻ എൻ്റെ നമ്പർ കൊടുക്കേണ്ട ആവശ്യമില്ല, അത് അവരെന്തെങ്കിലും ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. അറിയാലോ നിങ്ങൾക്ക്, ഈ അടുത്ത് എനിക്കൊരു അലിഗേഷൻ വന്നിരുന്നു, വേറെ കേസ് വന്നിരുന്നു. അപ്പം ഞാൻ കാനഡയിലായിരുന്നു. അങ്ങനെ ഈ കേസുമായി ബന്ധപ്പെട്ട് നാട്ടിലെത്തി. അപ്പോൾ അതിലെനിക്ക് ജാമ്യം കിട്ടി. ആ ജാമ്യത്തിൽ ഒരു ക്ലോസ് ഉണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ വേറെ ഏതെങ്കിലും കേസിൽ FIR എനിക്കെതിരെ വന്നു കഴിഞ്ഞാൽ ഈ ജാമ്യാപേക്ഷ ജാമ്യം റദ്ദ് ചെയ്യും, ഉള്ളി കിടക്കേണ്ടിയിരുന്നു പറഞ്ഞിട്ട്. അപ്പോൾ ഇത് കണ്ടപ്പം ഓബിയസ്ലി നമുക്ക് ഒരുപാട് ഹേറ്റേഴ്സ് ഉണ്ടാവും. മണ്ടന്മാരാണ്, അതാണ് ഏറ്റവും വലിയ കോമഡി. അവർ എന്നെ തകർക്കാൻ വേണ്ടിയിട്ട് ഫണ്ട് ഇറക്കി അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിട്ട് അവർ നല്ല പൈസ ഒക്കെ ഇറക്കിയിട്ട് എന്നെ തകർക്കാൻ വേണ്ടി കളിച്ച ആൾക്കാരാണ്. അപ്പം ഇവരെന്താ കണ്ടെത്തി വെച്ചാൽ ഇവർ എനിക്ക് വേണ്ടിയുള്ള കേസുകൾ തപ്പാൻ തുടങ്ങി. അപ്പോഴാണ് എൻ്റെ ഒരു ആദ്യ ഭാര്യയുടെ ഒരു സ്റ്റോറി ഇവർ കാണുന്നത്. ഈ ആദ്യ ഭാര്യയുടെ ഭർത്താവ് കൊല്ലംകാരനാണ്, അഞ്ചൽ സ്വദേശിയാണ്. ഈ ഒരു പരിപാടികൾക്കെല്ലാം ചുക്കാൻ പിടിച്ചവരും കൊല്ലംകാരനാണ്. എനിക്കറിയാം ആരാണെന്ന് ഞങ്ങൾക്കറിയാം. അങ്ങനെ ഇവർ തമ്മിൽ കണക്റ്റായി. പിന്നെ ഈ മുന്നത്തെ കേസിലുള്ള ഒരു പയ്യനുണ്ട്, ഒരു കാസർഗോഡൻ പയ്യനുണ്ട്. അവന് ഈ ആദ്യ ഭാര്യയുടെ വിളിച്ച് അവരൊരു ടൈപ്പായി. അവരാണെങ്കിൽ ആ സമയത്ത് ചികിത്സക്കൊക്കെ പൈസക്കൊക്കെ വേണ്ടി നിൽക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അവരുടെ ചികിത്സയൊക്കെ അവർ ഓഫർ ചെയ്തു. അതിൽ അവർ കൊടുത്ത വിൻ എന്താണെന്ന് വെച്ചാൽ മല്ലു ട്രാവലറിനെതിരെ കേസ് കൊടുക്കണം. അതിൽ പോക്സോ കേസ് തന്നെ കൊടുക്കണം. പോക്സോ കേസ് കൊടുത്തിട്ട് മല്ലു ട്രാവലറിനെ അകത്തിട്ട് കഴിഞ്ഞാൽ മല്ലു അകത്താവും, നമ്മുടെ ശത്രു അകത്താവും. പകരം നിങ്ങൾക്ക് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പ്ലാറ്റ്ഫോം വഴിയും നമ്മുടെ ഫ്രണ്ട്സ് വഴിയൊക്കെ നിങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയുള്ള പണപ്പിരിവ് നടത്തും. ഇതാണ് അവർക്കിടയിൽ ഉണ്ടായ ഡീൽ. ഇവരങ്ങനെ പോയി റിപ്പോർട്ടർ ചാനലിൽ പോയി ഒരു സ്റ്റേറ്റ്മെൻറ്റും കൊടുത്തു. മല്ലു ട്രാവലർ എൻ്റെ ഉമ്മാനെ പീഡിപ്പിച്ചു, കുടുംബത്തിലെല്ലാവരും പീഡിപ്പിച്ചു, കുട്ടികളെ പീഡിപ്പിച്ചു, എന്നെ പീഡിപ്പിച്ചു. എന്നെ 16 വയസ്സിലാകുമ്പോൾ തന്നെ കല്യാണം കഴിച്ചിട്ട് എന്നെ പീഡിപ്പിച്ചു. എന്നിട്ട് എന്നെ ബിയർ ബോട്ടിൽ കൊണ്ട് എൻ്റെ അടിവയറ്റിൽ അത് ചെയ്തു, ഇത് ചെയ്തു, വളരെ വളരെ മൃഗീയമായ തരത്തിൽ ഞാൻ ഉപദ്രവിച്ചു എന്ന് പറഞ്ഞിട്ട് ഇവർ അത്രയും വലിയൊരു സ്റ്റേറ്റ്മെൻറ്റ് ഒരു പത്രമാധ്യമത്തിൽ കൊണ്ട് കൊടുത്തു. നിങ്ങൾ മനസ്സിലാക്കണം എൻ്റെ അവസ്ഥ എന്തായിരിക്കും. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും അത് ചർച്ച ചെയ്തു, ഓൺലൈൻ മാധ്യമങ്ങൾ ചർച്ച ചെയ്തു. മല്ലു ട്രാവലറിന് ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ അത് വലിച്ച് കീറി മാക്സിമം എന്നൊരു പെണ്ണുവീടനാക്കി മാറ്റി. പോക്സോ കേസിലെ പ്രതി എന്താണ് പോക്സോ കേസിലെ പ്രതി? ചെറിയ കുട്ടികളൊക്കെ പീഡിപ്പിച്ച ആൾക്കാരാണ് പോക്സോ കേസിലെ പ്രതി എന്ന് പറയാം അല്ലേ? എന്നെ അങ്ങനെ ആ ഒരു കേസിൽ പ്രതിയാക്കി. ഞാൻ ചെയ്ത തെറ്റെന്താ? ഒരു കല്യാണം കഴിച്ചു, അതും 18 വയസ്സായി എന്ന് ഞങ്ങളോട് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങളെ കല്യാണം കഴിച്ചത്. ആ കല്യാണത്തിന് കൂട്ടുനിന്ന പള്ളിക്കാരുണ്ടല്ലോ, അവരോട് പറഞ്ഞത് 18 വയസ്സാണ്. 18 വയസ്സ് തികയാത്ത ഒരു പെണ്ണിനെ പള്ളിക്കാർക്ക് അറിയില്ലേ? അവർക്ക് കേസ് വരുന്നവർക്ക് അറിയില്ല, അവർ കെട്ടിച്ചു കൊടുക്കാൻ നിൽക്കും. ഈ കേസ് ഈ നമ്മുടെ നിക്കാഹിന് കാർമ്മികത്വം വഹിച്ചത് ഒരു പ്രായമായ ഉസ്താദാണ്. ആ ഉസ്താദിന് അറിയില്ലേ? അങ്ങനെ കല്യാണം കഴിച്ചു എന്നതിൻ്റെ പേരിൽ എനിക്കെതിരെ പോക്സോ കേസ് വന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ അനുഭവിക്കാത്തൊരു സിറ്റുവേഷൻ അനുഭവിച്ചു, ഞാനും എൻ്റെ കുടുംബവും. കാരണം ബാക്കി എന്ത് കേസും എനിക്ക് വിഷയമില്ല. പക്ഷെ പോക്സോ കേസ് എന്ന് പറയുമ്പോൾ ഒരുപാട് കുടുംബങ്ങൾ എന്നെ കാണുമ്പോൾ അകലാൻ തുടങ്ങി. കുട്ടികളൊക്കെ എൻ്റെ അടുത്ത് വരുമ്പോൾ അകലാൻ തുടങ്ങി. ഞാൻ എൻ്റെ മക്കളെ പോലെ കാണുന്ന എൻ്റെ മക്കളുണ്ട്, ഫോളോവേഴ്സ് ഫാമിലിയൊക്കെ വരുമ്പോൾ കാണാം, കുഞ്ഞു മക്കളൊക്കെ ഞാനൊക്കെ ചേർത്ത് പിടിച്ചിട്ട് ഫോട്ടോ എടുക്കുന്ന മക്കളാണ്. എനിക്ക് അവരുടെ അടുത്തേക്ക് പോകാൻ എനിക്ക് മടി വന്നു. കാരണം ഞാനൊരു പോക്സോ കേസ് അകപ്പെട്ടൊരു പ്രതിയാണ്.
എനിക്ക് യാത്രാപരമായി ഒരുപാട് പ്രശ്നങ്ങൾ വന്നു, ലീഗിൽ ഒരുപാട് പ്രശ്നങ്ങൾ വന്നു. അതൊക്കെ പോട്ടെ, എൻ്റെ പ്രശ്നങ്ങളൊക്കെ ഞാൻ മാറ്റിവെക്കാം, എൻ്റെ ഭാര്യയുടെ പ്രശ്നങ്ങൾ മാറ്റിവെക്കാം. ഏറ്റവും കൂടുതൽ ഈ വിഷയത്തിൽ അനുഭവിച്ച ആരാണെന്നറിയോ? എൻ്റെ മോനാ മാസി. അവൻ സ്കൂളിൽ നിന്ന് ബുള്ളി ചെയ്യാൻ തുടങ്ങി. അവൻ്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ, സ്കൂളിലെ കുട്ടികൾ അവനോട് നിൻ്റെ ഉപ്പ നിൻ്റെ ഉമ്മാനെ പീഡിപ്പിച്ചല്ലോടാ, നിൻ്റെ ഉപ്പ ഒരു പോക്സോ കേസ് ആണെന്നല്ലോടാ, നിൻ്റെ ഉപ്പ കുട്ടികളെ പീഡിപ്പിക്കുന്നവനാണല്ലോടാ, നിൻ്റെ ഉമ്മയല്ല ഇത്. അതാണ് മെയിൻ പോയിന്റ്. ഞങ്ങൾ അവനോട് പറഞ്ഞിരിക്കുന്നത് ബൽക്കിയാണ് നിൻ്റെ ഉമ്മ, ഇതാണ് നിൻ്റെ ഉമ്മ എന്നാണ് എൻ്റെ മകനോട് പറഞ്ഞത്. പക്ഷേ ഈ വിഷയത്തിൽ പത്രമാധ്യമങ്ങളിൽ ഇത്രയും വലിയ വാർത്ത വന്നപ്പം അവൻ്റെ കൂട്ടുകാരൊക്കെ അവനോട് പറയാനുണ്ട്, നിനക്ക് 2 ഉമ്മയുണ്ട്, ഒരു ഉമ്മയല്ല, ഇപ്പോൾ ഉള്ള നിൻ്റെ ഉമ്മയല്ല. അവൻ പറഞ്ഞു അല്ല ബൽക്കിയാണ് എൻ്റെ ഉമ്മ. അല്ലടാ ഇതല്ല, നിൻ്റെ ഉമ്മ വേറെയാണ്, നിൻ്റെ ഉമ്മാൻ്റെ ഉപ്പ പീഡിപ്പിച്ചു, എന്നിട്ട് അവർ കേസ് കൊടുത്തു. എൻ്റെ മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര വിഷമമുണ്ട് അവർക്ക്. നമ്മളെപ്പോലെ അവർക്ക് പറ്റുമോ? ഞാൻ ആ സ്കൂളിൽ നിന്ന് അവനെ TC വാങ്ങേണ്ട സിറ്റുവേഷന് ഞാനിപ്പോൾ ഈ കൊല്ലം കൂടി കഴിഞ്ഞ് എൻ്റെ 2 മക്കളെയും അവിടെ നിന്ന് ഒഴിവാക്കലാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ അവനക്കൊരു നാട്ടിലത്തെ ഒരു അവൻ്റെ ആ ഒരു ഏജിലുള്ള ആൾക്കാരുടെ കൂടെ അവർക്ക് പഠിക്കാൻ പറ്റില്ല. കാരണം കുട്ടികളൊക്കെ അവരെ ഇപ്പോൾ കാണുന്നത് പോക്സോ കേസിലെ പ്രതി, പെണ്ണ് കേസിലെ പ്രതി എന്നൊക്കെ പറഞ്ഞിട്ടാണ്. ആലോചിച്ചൊക്കെ എന്തായിരിക്കും അവസ്ഥ? ഇത്ര വിഷമമുണ്ടാകും നമുക്ക്. കേസ് ഈ ഒരു ആരോപണം എനിക്ക് വന്നപ്പോൾ ഞാൻ എൻ്റെ വക്കീലിനെ കോൺടാക്ട് ചെയ്തു, ഒമർ സലീം. വക്കീലിനോട് കാര്യം പറഞ്ഞു. അന്ന് മുതൽ ഇന്ന് വരെ ഈ ഒരു മൊമെൻ്റ് വരെ വക്കീൽ പറയുന്നതിൽ നിന്ന് 1 സെക്കൻഡ് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഞാൻ മാറിയിട്ടില്ല. ഞാനത് വീഡിയോ ലാസ്റ്റ് പറയാം എങ്ങനെയാണ് നമ്മൾ സോർട്ട് ചെയ്യുന്നത്. സോ അങ്ങനെ ഇനീഷ്യൽ സ്റ്റേജ് മുതലേ നമുക്ക് അവരെ ഒരുപാട് പ്രഷർ ഞങ്ങൾക്ക് വന്നു, എങ്ങനെ അകത്തിടണം എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേങ്കിൽ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം തന്നു. പോക്സോ കേസ് ആയിട്ട് കൂടി ബഹുമാനപ്പെട്ട കോടതി ജാമ്യം തന്നു. കാരണം ഈ ഒരു കേസ് വായിക്കുന്ന ആർക്കും മനസ്സിലാവും ഇതിലൊരു കള്ളത്തരം ഉണ്ടെന്നില്ല. കാരണം 2012 നിങ്ങൾ നോട്ട് ചെയ്യണം, 2012 ഞാൻ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞിട്ടാണ് 2023 കേസ് കൊടുത്തത്. 11 വർഷത്തിന് ശേഷം. പിന്നെ പലരുടെയും തെറ്റിദ്ധാരണയുണ്ട് എൻ്റെ ആദ്യ ഭാര്യ 18 വയസ്സുള്ള ചെറിയ കുട്ടിയാണെന്നല്ല, അവൾക്കിപ്പോൾ 30-31 വയസ്സുണ്ട്, 30 വയസ്സിൻ്റെ മുകളിലുണ്ട് എൻ്റെ അറിവിൽ. അപ്പോൾ അവളിപ്പോൾ ഒരു യുവതിയാണ്, അവൾ വേറെ കല്യാണം കഴിച്ചു, അതിൽ 2 കുട്ടികളുണ്ട്, എന്നിട്ടാണ് കേസ് കൊടുക്കുന്നത്. ഒരു പെണ്ണിനെ ഞാൻ പീഡിപ്പിച്ചു, ആ പെണ്ണ് പീഡിപ്പിച്ചതിന് 1 മാസം 1 കൊല്ലം 5 കൊല്ലം കഴിഞ്ഞിട്ട് കൊടുത്ത ഓക്കെ. ഇത് 11 കൊല്ലത്തെ ഗ്യാപ്പ്. ഈ 11 കൊല്ലത്തിനിടയിൽ അവൾ വേറെ കേസ് എനിക്കിതിൽ കൊടുത്തിട്ടുണ്ട് സെയിം സ്വഭാവത്തിൽ, അത് അവൾ പൈസ വാങ്ങി പിൻവലിച്ചിട്ടുണ്ട്. അതേ സ്വഭാവത്തിലുള്ള കേസ് അതിൽ പോക്സോ കൂടി ഒന്ന് ആഡ് ചെയ്തിട്ടാണ് ഇപ്പം 11 വർഷത്തിന് ശേഷം അവൾ കൊടുക്കുന്നത്. അവൾക്ക് 2 മക്കളുണ്ട്. പിന്നെ ഞാൻ പഠിച്ചിടത്തോളം ഞാനൊരിക്കലും അവരെ ഞാൻ കുറ്റം പറയില്ല. കാരണം അവർക്ക് അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് അവർ ചികിത്സാ സഹായം നടത്തുന്നുണ്ട്. അതിന് ഫണ്ട് റേസിങ്ങിന് വേണ്ടിയിട്ട് കൂടിയാണ് അവരെ മുമ്പിൽ നോക്കുമ്പം അവർക്ക് ഓക്കെ ഞാൻ മരിക്കാൻ പോവുകയാണ്, അപ്പോൾ മരിക്കുന്നതിന് മുന്നേ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, എനിക്ക് പൈസ വേണം ട്രീറ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓക്കെ എന്നാൽ അപ്പം ഇവനായിട്ടൊരു പണി കൊടുത്തിട്ട് നമുക്ക് പൈസ ഉണ്ടാക്കാം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എനിക്കെതിരെ കേസ് കൊടുത്തു. അവർ ജനങ്ങളുടെ മുമ്പിൽ അവർക്ക് ഭയങ്കരമായ രീതിയിൽ സഹതാപം വന്നു. അവിടെയാണ് അവർ അടുത്ത ഒരു പോയിന്റ് എടുത്തത്. ആ സഹതാപം ഉപയോഗിച്ചിട്ട് അവർ റവന്യൂ ഉണ്ടാക്കാൻ തുടങ്ങി. മല്ലു ട്രാവലർ പീഡിപ്പിച്ച പെണ്ണാണല്ലോ, മല്ലു ട്രാവലറിൻ്റെ പീഡനം കൊണ്ട് ജീവിതം നശിച്ചൊരു പെണ്ണാണല്ലോ. ജനങ്ങൾ അവളെ മെഡിക്കൽ കാര്യങ്ങൾ കൊണ്ട് സഹായിക്കാൻ തുടങ്ങി. അപ്പം അവളുടെ ഹസ്ബൻഡ് ഈ പറഞ്ഞ കബീർ ഷാ ആണ് ആക്ച്വലി ഇതിൻ്റെയൊക്കെ പുറകിൽ. അപ്പോൾ പുള്ളി ഈ ഒരു വ്യക്തി ഉപയോഗിച്ചിട്ട് പുള്ളി പൈസ ആക്കാൻ തുടങ്ങി. എൻ്റെ അറിവിൽ പുള്ളി അടുത്ത കാലത്ത് ഒരു ജോലിക്ക് പോയിട്ടില്ല, ഇപ്പോഴും പുള്ളി ജോലിക്ക് പോകുന്നില്ല എന്ന് എൻ്റെ ഒരു ഓർമ്മ കേട്ടോ, ഞാൻ മനസ്സിലാക്കിയെടുത്താൽ അങ്ങനെയാണ്. അപ്പോൾ പുള്ളിക്ക് ഈ ചാരിറ്റി വഴി 10, 60, 70 ലക്ഷം രൂപ ഇവരുടെ അക്കൗണ്ടിലേക്ക് വരാൻ തുടങ്ങി. ചാരിറ്റി പേജുകളിൽ കഴിഞ്ഞ ദിവസം എനിക്ക് അതിലുള്ള ഒരാൾ, ആ ഗ്രൂപ്പിലെ മെമ്പർ ഒരാൾ എനിക്ക് കാണിച്ചു തന്നിരുന്നു. ആ ഗ്രൂപ്പൊക്കെ പൂട്ടിപ്പോയി. ഇവർ സാമ്പത്തികപരമായി തട്ടിപ്പ് നടത്തി എന്ന് പറഞ്ഞിട്ട് അവരെ ഗ്രൂപ്പ് പൂട്ടി. അതാണ് ചാരിറ്റി നടത്തി ചികിത്സിക്കാരെന്ന് പറഞ്ഞ് ചാരിറ്റി. ഞാൻ മരണപ്പെടുകയാണ്, എത്രയും പെട്ടെന്ന് മരണപ്പെടും, എനിക്ക് ഇന്ന് അസുഖമാണ് എന്ന് പറഞ്ഞിട്ട് 10 ലക്ഷം ആദ്യം, പിന്നെ അത് 50,000, പിന്നെ 60,000, പിന്നെ 1,70,000 ഓരോ തവണയും പോസ്റ്റുകൾ വരുമ്പോൾ ഇങ്ങനെ പൈസ കൂടി വരുത്താം. അപ്പോൾ ഇവർക്ക് കൈ നനയാതെ മീൻ പിടിക്കാനുള്ള ഒരു വസ്തുവായിട്ട് ഈ ചാരിറ്റി മാറി. അവരതിലൂടെ നല്ല രീതിയിൽ സമ്പാദിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ സംശയം. പിന്നെ അവർ കാണാന്ന് വെച്ചാൽ അവർ ഈ അടുത്ത കാലത്ത് പുതിയ വണ്ടിയൊക്കെ എടുത്തിട്ടുണ്ട്. സ്വന്തം ഭാര്യയ്ക്ക് ചികിത്സക്ക് പൈസ ഇല്ലാതെ കഷ്ടപ്പെടുന്ന ഒരു ഭർത്താവാണ്. ആ ഭാര്യയോട് ഇഷ്ടമുള്ള ഭർത്താവിൻ്റെ പ്രയോറിറ്റി എന്തായിരിക്കും? ആ ഭാര്യയ്ക്ക് ഏറ്റവും നല്ല ചികിത്സ കൊടുക്കുക. അതിനാണ് ഓരോ ആൾക്കാരും ഇവർക്ക് പൈസ കൊടുക്കുന്നത്. 50 രൂപ കൊടുക്കും, 100 രൂപ കൊടുക്കും, 1000 രൂപ കൊടുക്കും. ഈ ഭർത്താവ് ഈ ജനുവരിയിൽ പുള്ളി പുതിയൊരു വണ്ടി വാങ്ങിയിട്ടുണ്ട് പുള്ളിയുടെ പേരിൽ. അപ്പം എന്താണ് നിങ്ങൾക്കിതിൽ അഭിപ്രായം പറയാനുള്ളത്? ഈ കേസുമായി ബന്ധപ്പെട്ടിട്ട് ഇവരെ ഇപ്പം പോലീസ് അന്വേഷണം നടത്തി, എല്ലാവരും അന്വേഷണം നടത്തി. എങ്ങനെയാണ് കേസ് തീർന്നത് വെച്ചാൽ അറിയാലോ, കല്യാണം കഴിച്ചു എന്ന പേരിലാണ് എനിക്കെതിരെ കേസ് വന്നത്. കേസിൻ്റെ അവസാന ഘട്ടത്തിൽ അവളുടെ വീട്ടുകാരും ഉപ്പയും പള്ളിക്കാരും എല്ലാവരും പ്രതിസ്ഥാനത്ത് വരുന്നൊരു സിറ്റുവേഷൻ വന്നു.
മനസ്സിലായല്ലോ. കാരണം കല്യാണം ഒരു ബാലവിവാഹമാണെങ്കിൽ, ശൈശവ വിവാഹമാണെങ്കിൽ കല്യാണം കഴിപ്പിച്ചു കൊടുത്ത ആൾക്കാരും എല്ലാവരും അതിൽ പ്രതികളാവും. അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നപ്പോൾ അവരായിട്ട് വന്നിട്ട് കോടതിയിൽ സത്യം പറഞ്ഞു. ഇത്രയേ ഉള്ളൂ. കല്യാണം കഴിക്കുമ്പോൾ അവർക്ക് 18 വയസ്സായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഈ കംപ്ലീറ്റ് ജനങ്ങൾ അവർ വിഡ്ഢികളാക്കിയിട്ടാണ്. എല്ലാ ജനങ്ങളെടുത്തും എല്ലാ മാധ്യമങ്ങളെടുത്തും അവർ പോയിട്ട് പറഞ്ഞത് 18 വയസ്സായിട്ടില്ലാണ്. 18 വയസ്സായിട്ടുണ്ട്. 18 വയസ്സായപ്പോൾ തന്നെയാണ് ഞാൻ കല്യാണം കഴിച്ചത്. എന്തുകൊണ്ടാണ് കേസ് കൊടുത്തതെന്ന് ചോദിച്ചപ്പം അവർ കൊടുത്ത ആൻസർ എന്താണെന്നറിയോ? ഇവർ 2 വർഷം മുന്നേ ഇവർ വീഡിയോയിൽ എനിക്ക് ഒരു പരാമർശം നടത്തിയിരുന്നു. അതിന് പ്രതികാരമായിട്ടാണ് ഞാൻ ഈ കേസ് കൊടുത്തത്. ഒരു വീഡിയോയിൽ ഒരു പോയിന്റ് പറഞ്ഞതിന് പ്രതികാരമായിട്ട് എനിക്കെതിരെ ബോക്സോ കേസ് കൊടുത്തു. എന്തല്ലേ? നിങ്ങളുടെ മുമ്പിൽ ഒരുപാട് വാർത്തകൾ വരും. വ്ളോഗേഴ്സ് ആയിരിക്കാം, നടന്മാരായിരിക്കാം, അല്ലെങ്കിൽ സാധാരണക്കാരായിരിക്കാം. എന്നെ അവർ പീഡിപ്പിച്ചു, എന്നെ ഇവർ പീഡിപ്പിച്ചു, 2 കൊല്ലം മുന്നേ പീഡിപ്പിച്ചു, 10 കൊല്ലം മുന്നേ പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് കാര്യങ്ങൾ വരും. നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കോടതി വിധി വരുന്നവരെ നിങ്ങൾ ഇതിൽ ആരും നിങ്ങൾ ക്രൂശിക്കാതിരിക്കുമോ? കാരണം കോടതിയാണ് തീരുമാനിക്കേണ്ടത് കുറ്റവാളിയാണോ അല്ലയോ എന്നുള്ളത്. കോടതി വിധി വരുന്നതിന് മുന്നേ മാധ്യമങ്ങളിലൂടെയും സോഷ്യൽ മീഡിയ വഴിയൊക്കെ നിങ്ങൾ കീറി മുറിക്കില്ലേ? കീറി മുറിക്കുന്നതിൻ്റെ പ്രധാന ലക്ഷ്യം എന്താ? വരുമാനം, റവന്യൂ ജനറേറ്റ് എന്നുള്ളതാണ്. പക്ഷെ അതിലൂടെ നിങ്ങൾ തകർക്കുന്നത് ഒരു മനുഷ്യൻ്റെ ജീവിതമായിരിക്കും. ഞാൻ പിടിച്ചു തന്നു. പഠിച്ചവൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ കുടുംബം എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, എൻ്റെ ഫ്രണ്ട്സ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു, ഒരുപാട് പേർ എൻ്റെ കൂടെ നിന്നു. അതുകൊണ്ട് ഞാൻ പിടിച്ചു തന്നു. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല കേട്ടോ. ഇപ്പോഴും ഇതുപോലെ ഒരുപാട് കള്ളക്കേസിൽപ്പെട്ട ആൾക്കാർ ഇപ്പോഴും അകത്തെടുക്കുന്നുണ്ടാവും. എല്ലാം നഷ്ടപ്പെട്ടിട്ട് ആരും ഇല്ലാതെ. എനിക്ക് നിങ്ങളൊരു അപേക്ഷ മാത്രമേ ഉള്ളൂ. ദയവ് ചെയ്തിട്ട് നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് കേട്ടിട്ട് നിങ്ങൾ ദയവ് ചെയ്തിട്ട് നിങ്ങൾ കുറ്റപ്പെടുത്താതിരിക്കും. കാരണം ഞാൻ എന്നുള്ള വ്യക്തി പെട്ടെന്ന് മുളച്ചു വന്നതല്ല. ഞങ്ങൾക്ക് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഞാനൊക്കെ ഈ ഒരു പൊസിഷനിലെത്തുന്നത്. അതിനെ തകർക്കാൻ വേണ്ടി, ഈസിയായിട്ട് തകർക്കാൻ വേണ്ടിയിട്ട് ഇപ്പം ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയൊരു സംഭവമാണ് പെണ്ണീസ്. കണ്ടല്ലോ നിങ്ങൾ, 18 വയസ്സ് പ്രായപൂർത്തി അതിന് മുന്നേ കല്യാണം കഴിച്ചു, പീഡിപ്പിച്ചെന്ന് പറഞ്ഞ ഒരാൾ കേസ് കൊടുത്തു. ആ കേസിൽ ലാസ്റ്റ് ഘട്ടത്തിലായപ്പം കോടതിയിൽ അവർ വന്നിട്ട് കല്യാണം കഴിച്ചപ്പം 18 വയസ്സായിന് എന്ന് പറഞ്ഞിട്ട് അവർ മൊഴി മാറ്റി പറഞ്ഞു. ആ കേസ് അവിടെ തീർന്നു. പോയതാർക്കാം? എനിക്കും എൻ്റെ വൈഫിനും എൻ്റെ മക്കൾക്കും എൻ്റെ കുടുംബത്തിനും. ഞാനതെല്ലാം നഷ്ടപരിഹാര കേസോ കാര്യങ്ങളൊന്നും കൊടുക്കാനൊന്നും പോണില്ല. എനിക്കതിൻ്റെ ആവശ്യമില്ല. കാരണം എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈ വ്യക്തികൾ കാരണം നല്ല രീതിയിൽ അനുഭവിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ലാണ് അവർ ഇപ്പോഴും എൻ്റെ ലൈഫിൽ എന്നെ ഇങ്ങനെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അവർക്ക് വേണ്ടതെന്ന് എനിക്കറിയില്ല. പിന്നെ ഈ പറഞ്ഞല്ലോ, അവർക്ക് ഒരുപക്ഷെ ചികിത്സാ സഹായത്തിനൊക്കെ ആയിരിക്കാം, ചിലപ്പോൾ അതിന് റീച്ച് ഇട്ടാണ്ട് നിൽക്കുന്ന സമയത്ത് എന്നെപ്പോലുള്ള ഒരാൾ സഹായിക്കുമ്പോൾ അവർക്ക് റീച്ച് കിട്ടുമെന്ന് തോന്നിയിരിക്കാം. ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളാണെങ്കിൽ, ഞാൻ പറഞ്ഞില്ല മുന്നത്തെ കേസുമായി ബന്ധപ്പെട്ട ആൾക്കാരാണെങ്കിൽ അവരൊക്കെ ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അവരുടെയൊക്കെ പ്രൊഫൈൽ നോക്കിയാൽ മനസ്സിലാവും. അവരൊക്കെ ഈ ഒരു വ്യക്തിക്ക് വേണ്ടി വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ തന്നെ ഞാൻ പറയുന്നതിൻ്റെ ഒരു സൈഡ് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരുപക്ഷെ അവരൊക്കെ കൊടുത്തിരിക്കാം, അല്ലെങ്കിൽ അവരൊക്കെ കാല് വാരിയിരിക്കാം, എനിക്കറിയില്ല. അങ്ങനെ ഒരു ചാരിറ്റി എന്നുള്ളത് ഒരുപക്ഷെ ഇവർ ബിസിനസ്സാക്കി മാറ്റുന്നതാണെങ്കിൽ അവർ അതുകൊണ്ട് നന്നായിക്കോട്ടെ. ഈ റമദാൻ മാസത്തിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്നത് ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുന്നു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഉപദ്രവിച്ചതിന് ഞാൻ പഠിച്ചവനോട് പറയുന്നത് നിങ്ങൾ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തത്. റമദാൻ മാസത്തിൽ ഞാൻ അവർക്ക് കൊടുക്കുന്ന ഒരു സക്കാത്തായിട്ട് അത് കണ്ടാൽ മതി. ഞാൻ അവർക്ക് പൊരുത്തപ്പെട്ടു കൊടുത്തു. ഞാനിതിൻ്റെ പുറകിൽ ഞാനിനി ഒരു തരത്തിലുള്ള മാനനഷ്ട കേസോ അവർക്കെതിരെ വേറെ ഡിഫോമേഷൻ കേസോ ഒന്നും ഫയൽ ചെയ്യാൻ പോകില്ല. ഞാൻ അനുഭവിച്ചു, പഠിച്ചു, അത്ര തന്നെ. ഇനിയിപ്പോൾ എൻ്റെ ഒരു കാര്യം, ഞാൻ എൻ്റെ മക്കളെ ഇവിടുന്ന് മാറ്റി വേറെ സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യാൻ പോവുകയാണ്. കാരണം ഇനിയെങ്കിലും എനിക്ക് എൻ്റെ മക്കളുടെ മുന്നിൽ, അല്ല എൻ്റെ മക്കൾക്ക് സമൂഹത്തിൻ്റെ മുന്നിൽ ഒരു പോക്സോ കേസിലെ പ്രതി അല്ലെങ്കിൽ ഒരു പെണ്ണ് കേസിലെ പ്രതിയാണ് എൻ്റെ ഉപ്പ എന്ന് അറിയാത്തൊരു സമൂഹത്തിനുള്ള അവർ ജീവിക്കുന്നതാണ് എൻ്റെ ആഗ്രഹം കേട്ടോ. അതാണ് എൻ്റെ ഇനി അങ്ങോട്ടേക്കുള്ള കഷ്ടപ്പാടും. നിങ്ങളെല്ലാവർക്കും ഈ വീഡിയോ ഷെയർ ചെയ്യണം. എന്നെപ്പറ്റി കുറ്റം പറഞ്ഞ എല്ലാവർക്കും അവരൊക്കെ അറിയട്ടെ സത്യാവസ്ഥ എന്താണെന്ന്. കേരളത്തിലെ മാധ്യമങ്ങളെയോ ഓൺലൈൻ മാധ്യമങ്ങളോ ഒരിക്കലും ഞാൻ കുറ്റം പറയില്ല. കാരണം നമ്മളെപ്പോഴും സ്ത്രീകളുടെ കൂടെയാണ്. ഒരു സ്ത്രീ വന്ന് എന്നെ ഇങ്ങനെ ചെയ്തു, എന്നെ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ ആ ഒരു സഹോദരിക്ക് വേണ്ടി കമൻറ്റ് ചെയ്യാനും വീഡിയോ ചെയ്യാനും ഒരുപാട് ആൾക്കാർ വരും അല്ലേ? നിങ്ങൾ ആരും ഞാൻ കുറ്റം പറയില്ല. പക്ഷേ അടുത്ത തവണയെങ്കിലും നിങ്ങൾ പഠിക്കണം. കാരണം ആ സഹോദരി ഒരുപക്ഷെ നിങ്ങൾ ഉപയോഗിച്ചിട്ട് നിങ്ങൾ ആയുധമാക്കിയിട്ട് ഒരു വ്യക്തിയുടെ ജീവിതം തകർക്കുന്നതായിരിക്കും. എല്ലാവർക്കും വീഡിയോ ഷെയർ ചെയ്യും, എല്ലാവരും കാണട്ടെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ഇനി എൻ്റെ ഈ ഒരു ചാനലിൽ വേറെ വീഡിയോ ഉണ്ടാവില്ല. നിങ്ങളോട് എല്ലാവരോടും പറയണം തോന്നി. കാരണം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനും ജനങ്ങളുടെ മുമ്പിൽ ഞാനൊരു പോക്സോ കേസിൽ പ്രതിയായിട്ട് മാറും കേട്ടോ. കള്ളക്കേസിൽ പെടുന്നവരെ തിരിച്ചറിയാൻ നമുക്ക് പറ്റുന്ന കാലം വരെ നമുക്കിനി പോകാം. ഒരുപാട് നന്ദി സപ്പോർട്ട് ചെയ്യുന്നതിന്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം, വീഡിയോസ് ഷെയർ ചെയ്യണം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സും നിങ്ങൾ ഷെയർ ചെയ്യണം കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ഇനി അങ്ങോട്ടേക്ക് മുന്നോട്ട് പോകാൻ പറ്റൂ. ഡൺ. എങ്ങനെയുണ്ട്?